നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് UDF LDF സ്ഥാനാർത്ഥികളുടെ ഇന്നത്തെ പ്രചാരണം പോത്തുകല്ല് പഞ്ചായത്തിലും NDA സ്ഥാനാർത്ഥിയുടെ പ്രചാരണം നിലമ്പൂർ നഗരത്തിലും നടന്നു. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായുള്ള നാമനിർദ്ദേശ പത്രിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയതോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കളത്തിലിറങ്ങാനുള്ള ഒരുക്കത്തിലാണ് PV അൻവർ. പോത്തുകൽ പഞ്ചായത്തിലെ വിവിധയിടങ്ങളിലായിരുന്നു LDF UDF സ്ഥാനാർത്ഥികളുടെ പ്രചാരണം. കഴിഞ്ഞ ദിവസം നടന്ന UDF കൺവെൻഷനിൽ നിന്നും പാണക്കാട് കുടുംബം മാറി നിന്നെന്ന വിവാദത്തിനിടെ മലപ്പുറം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ബാസ് അലി തങ്ങളാണ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചാരണം മുണ്ടേരിയിൽ ഉദ്ഘാടനം ചെയ്തത്. നേരത്തെ നിശ്ചയിച്ചിരുന്ന ഒഴിവാക്കാനാകാത്ത പരിപാടി ഉണ്ടായതിനാലാണ് കഴിഞ്ഞ ദിവസം UDF കൺവെൻഷനിൽ പങ്കെടുക്കാൻ സാധിക്കാതിരുന്നതെന്നും നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും അബ്ബാസ് അലി തങ്ങൾ പറഞ്ഞു. പിന്നെ നേരത്തെ ഡേറ്റുകൾ കൊടുത്താണ്. ഇന്ന് പ്രചരണ ജാഥയ്ക്ക് വരാം. ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിലും വളരെ സജീവമായി എല്ലാവരും ഉണ്ടാവും. ഇന്നലെ മുസ്ലിം ലീഗിൻ്റെ സമുന്നതരായ എല്ലാ നേതാക്കളും ആ കൺവെൻഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് ചിലർ അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു വാർത്ത ചമച്ചതാണ്. സർക്കാരിനെതിരെയുള്ള പോരാട്ടമാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പെന്നും UDF വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും ആര്യാടൻ ഷൗക്കത്തും പ്രതികരിച്ചു. 2019 പ്രളയത്തിൽ 59 ആളുകളുടെ ജീവനെടുത്ത കവളപ്പാറ അടങ്ങുന്ന ഈ പ്രദേശത്തു നിന്നാണ് ഈ ജാഥ ആരംഭിക്കുന്നത്. ഇപ്പോഴും 200 ചില്ലാനം ഏകദേശം 300ഓളം കുടുംബങ്ങൾ ഇപ്പോഴും ആ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട ആളുകൾ ഇപ്പോഴും പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് കഴിയുക. വെള്ളിമുറ്റം, മുരുക്കാഞ്ഞിരം, പാതാർ തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലാണ് LDF സ്ഥാനാർത്ഥി M സ്വരാജ് പര്യടനം നടത്തിയത്. താൻ പഠിച്ച പൂളപ്പാടം LP സ്കൂളും സ്വരാജ് സന്ദർശിച്ചു. നിലമ്പൂർ നഗരത്തിലായിരുന്നു NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിന്റെ പര്യടനം. ഇടത് വലത് മുന്നണികളുടെ ജനവിരുദ്ധ സമീപനം ചൂണ്ടിക്കാട്ടിയാണ് പ്രചാരണമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പറഞ്ഞു. ഈ LDFന്റെയും UDFന്റെയും ഒരു വികസനത്തിന്റെ വികലമായ വികസനമാണ് ഈ കാണുന്നത്. അങ്ങനെ നിരവധി വികസന പ്രശ്നങ്ങളുണ്ട്. ഇതുവരെ നിലമ്പൂരിലെ ജനങ്ങൾ പ്രതികരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത്തവണ നിലമ്പൂരിലെ ജനങ്ങൾ പ്രതികരിക്കുമെന്ന് മാത്രമല്ല, അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കുമുള്ള സന്ദേശമായിരിക്കും. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായുള്ള നാമനിർദ്ദേശ പത്രിക തള്ളിയതോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അൻവറും കളത്തിലിറങ്ങുമ്പോൾ ഇനി നിലമ്പൂർ ആർക്കൊപ്പം നിൽക്കുമെന്നാണ് അറിയാനുള്ളത്. അമൃത ന്യൂസ്, മലപ്പുറം.